ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിൽ ഫ്ലാസ്കിലൊക്കെ സാധാരണ നമ്മൾ കുറേ കാലം യൂസ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തുറക്കുന്ന സമയത്തേക്ക് ബാഡ് സ്മെൽ ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതുപോലെ വഴുവഴുപ്പ് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു വഴുവഴുപ്പ് ഇല്ലെങ്കിൽ ഒരു മഞ്ഞ കറ അതൊക്കെ നമ്മുടെ ഈ ഒരു കുപ്പിയിലൊക്കെ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന ബോട്ടിലൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് പോക്കിയെടുക്കാനുള്ള ഒരു ടിപ്പായിട്ടോ അത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതിനായി നമുക്ക് നാരങ്ങയാണ് വേണ്ടത്. നാരങ്ങ മീൻസ് നാരങ്ങയുടെ തൊണ്ട്, ഇതുപോലെയുള്ള തൊണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നീര് ഒഴിവാക്കിയ തൊണ്ട് ഉണ്ടെങ്കിൽ കളയാണ്ടിട്ട് അത് എടുത്ത് വെച്ചോളുക. അതായത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മലത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു എസൻസ് ശരിക്കും ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ഒന്ന് ചെയ്ത് എടുക്കുക. അതിനുശേഷം ഇതിൽ ഒരുപാട് തൊണ്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് പറയുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ. അത് കുറച്ച് കല്ലുപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പൊ അത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അത് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാ ഭാഗത്തും ഇതിന്റെ ആ നാരങ്ങൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കല്ലുപ്പിൻ്റെതൊക്കെ ചെന്ന് അവിടെയൊക്കെ വഴുവഴുപ്പ് അതുപോലെ തന്നെ ഒരു മഞ്ഞ കറ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇട്ടത്. ഇതുപോലെ നന്നായി ഷെയ്ക്ക് ചെയ്തെടുക്കുക. ഏത് ലെവലിലും ഷെയ്ക്ക് ചെയ്യുക. തല കുത്തരി ഒക്കെ നമുക്ക് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നാരങ്ങയും കല്ലുപ്പും ചേരുമ്പോൾ തന്നെ നല്ലൊരു ക്ലെൻസർ ആണ്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പൊ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് കണ്ടോ. ഇനി ഇത് ഞാനിത് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇവിടെ നാരങ്ങ അവിടെ കുടുങ്ങിക്കെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്താൽ ഇത് വരുള്ളൂ. പിന്നെ ഈ ഒരു കളർ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് നീങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു കല്ലുപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിന്റെ ഈ പുറം ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കട്ടെ. അത് നന്നായി ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഈ പുറം ഭാഗം ഉണ്ടല്ലോ അത് നന്നായി ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ലൊരു തിളക്കം കൂടും നമ്മുടെ ഈ ഒരു ഇതുപോലെയുള്ള സ്റ്റീലിന്റെ ഫ്ലാസ്ക് അതുപോലെ ബോട്ടിലൊക്കെ ആവട്ടെ, നല്ല തിളക്കം കൂടും കേട്ടോ. ഈ ഒരു തൊണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഉള്ളും പുറവും ക്ലീൻ ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു കറക്റ്റ് തെളിച്ച നിങ്ങൾക്ക് മനസ്സിലാവും കേക്കി കഴിഞ്ഞാൽ. അപ്പൊ അത് നന്നായി ഒന്ന് സ്ക്രബ് ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കേകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടത് നന്നായി കേകി എടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു വൃത്തി കാണാൻ പറ്റും. നന്നായി വൃത്തിയായിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പൊ കണ്ടോ, ഈ ഒരു ടിപ്പ് വെച്ചൊന്ന് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു കറക്റ്റ് വൃത്തി നിങ്ങൾക്ക് മനസ്സിലാവും.